പത്ത് രൂപയില്ലാതെ പെട്ടിട്ടിരിക്കാലോ. എന്റെ പൊന്നെ അടുത്ത പണ്ടാറ കുരിപ്പ് തന്നെ. ഓ ഇവിടേക്ക് തന്നെയാലോ കണ്ടിട്ടല്ലേ. ശരിയാക്കിരാ. എന്തിട്ടാ മൂത്രയ്യാനും സമ്മതിക്കില്ലേ? നീ എന്നെ കണ്ട പുള്ളികളാ നീ ഇതൊന്നല്ല. എന്തിട്ടാ പറയണ്? എന്റെ മേടിച്ച കാശ് എവിടെയാ? ഞാൻ എന്തിട്ട് ചെയ്യവനെ? ഈ തൊഴിലുറപ്പിന് വീട് 300-350 കിട്ടുന്നത്. എന്തൊക്കെ ചെയ്യാൻ താരാടാ നീ? ആ നേരം നീ ജയിലിൽ പോക്കോ. ആരൊക്കെ ഒന്നിട്ടായാലും ഞാൻ ചേട്ടാ അടുത്ത ആഴ്ച ചേട്ടൻ കാശ് തരാം പോരെ. നീ ആരും കൊല്ലാൻ നിൽക്കണ്ട. നീ ആരെങ്കിലും ബസ്സിൽ കയറിയിട്ട് അതിന് പെണ്ണകത്ത് പോയിരിക്കും. അവര് വീടെടുക്കും. ആ വീഡിയോ വൈറലാവും. നിനക്ക് ജയിലിലും പോവാം. നീ കാശും കിട്ടും. താൻ എന്നെ കുറിച്ച് അങ്ങനെ വിചാരിച്ച പെണ്ണു നിങ്ങളെ അതുപോലെ ബഹുമാനായിട്ട് കാണുന്ന എന്താ താൻ കളിക്കാൻ വിചാരിച്ച എന്നെ കുറിച്ച് അങ്ങനെ വിചാരിച്ച പ്രശ്നം നിനക്ക് കഞ്ചാവ് വലിക്കണമെന്നാണോ? ഇവിടെ കംപ്ലൈന്റ് ഇട്ടിട്ടുള്ളത്. ഇവിടെ കംപ്ലൈന്റ് കഞ്ചാവ് വലിക്കുന്നുണ്ട്. എന്താ പ്രശ്നം? ഇവൻ പറയണേ കേട്ടോ സാറേ, 2000 രൂപ കടം വാങ്ങിയന്. എന്താ പറഞ്ഞ? ഇവൻ പറയണേ ബസ്സിൽ കയറുക, പെണ്ണുങ്ങളെ അടുത്ത് വന്നിരിക്കുക, നല്ല സുഖം കിട്ടും, വൈറലാവും ചെയ്യും. അങ്ങനെ ജയിലിലെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവിടെ ശമ്പളം കൂട്ടിയിട്ട് നല്ല ശമ്പളം കിട്ടുന്നു. ഞാൻ എന്തിട്ട് ചെയ്യാ സാറേ? ഇങ്ങനെ പറഞ്ഞാ എന്റെ സാറേ, ഈ ജയിൽ പുള്ളികൾക്ക് ശമ്പളം കൂട്ടി വാർത്തയില് കേട്ടു. ഇവനാണെങ്കിൽ തൊഴിലുറപ്പ് പദ്ധതിക്ക് പോയിട്ട് അത് 300 രൂപ കിട്ടുന്നത്. എനിക്കാണെങ്കിൽ കാശ് തരാണ്ട് പോൻ. അപ്പൊ ഇവനോട് സ്നേഹം കൊണ്ട് ഞാൻ പറഞ്ഞതാ, ജയിലിലാകുമ്പോ സുഖമായിട്ട് ഭക്ഷണം, ഇറച്ചി, മുട്ട, കോഴി ഇതൊക്കെ കിട്ടും. അല്ലാണ്ട് ഇവനോട് ദേഷ്യമായിട്ട് പറഞ്ഞല്ല. അതുമല്ല, ഇവന് മനസ്സമാധാനം കിടന്ന് ഉറങ്ങും ചെയ്യാം. സാറിനെപ്പോലുള്ളൊരു കാവലുണ്ടാവുമല്ലോ. പിന്നെ ഇവന്റെ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോ ലക്ഷങ്ങൾ കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി പോന്നൂടെ. ഇതിനോട് സ്നേഹം കൊണ്ട് പറഞ്ഞ സാറേ. ഇതിന്റെ സത്യാവസ്ഥ എന്താന്ന് നിനക്കറിയോ? ഇതിൽ ലക്ഷങ്ങളൊന്നും കിട്ടാൻ പോലില്ല. ഇതെങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതില് 50% അത് നിന്റെ വീട്ടുകാർക്കുള്ള ചെലവാ, അതങ്ങടെ അയച്ചു കൊടുക്കും. പിന്നെ 30% നീ ബലാത്സംഗം ചെയ്യേ അല്ലെങ്കിൽ തല്ലിക്കൊല്ല ചെയ്യില്ലേ, അവരെ വീട്ടുകാർക്കാ. പിന്നെ അതിൽ ബാലൻസ് 20% ഉണ്ട്. ഈ 20% നിന്റെ അവിടുത്തെ ചെലവിന് വേണ്ടിട്ടാ. അല്ലാണ്ട് ലക്ഷങ്ങളൊന്നും കിട്ടാൻ പോലില്ല. കണക്കിനൊക്കെ പറയും, അത്രേ ഉള്ളൂ. അപ്പൊ ഈ മീഡിയ പറയുന്നത് മുഴുവൻ വിശ്വസിക്കണ്ടല്ലോ സാറേ. സാറ് പറഞ്ഞപ്പോ അതിന്റെ സത്യാവസ്ഥ മനസ്സിലായത്. മോനെ, നീ പൈസ ഉണ്ടാവുമ്പോ തന്നാ എനിക്ക്. താങ്ങി പറയണ്ട, ഞാൻ ഒരാഴ്ച ഉള്ളിൽ കാശ് തരും എനിക്ക്. 2 ദിവസം പറഞ്ഞിട്ട് 2 വർഷമായി. ഇനിയിപ്പോ 7 ദിവസം പറഞ്ഞ 14, 14 കൊല്ല. എന്റെ ആവി കണ്ടിട്ട് പോളല്ലേ.